തൃശൂരിൽ പദമഴ പെയ്തു. അമ്മാടം, കോടന്നൂർ മേഖലകളിലാണ് ശനിയാഴ്ച വൈകിട്ട് പദമഴ പെയ്തത്. രണ്ട് സാഹചര്യങ്ങളിലാണ് ഇത്തരം മഴ പെയ്യുക എന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞു. പ്രത്യേക കാലാവസ്ഥയിൽ മരത്തിൽ പെയ്യുന്ന മഴത്തുള്ളികൾ പത സൃഷ്ടിക്കും. സമീപത്ത് ഫാക്ടറികൾ ഉണ്ടെങ്കിലും മഴ പെയ്യുമ്പോൾ പത രൂപപ്പെടുന്നതിന് സാധ്യതയുണ്ട്. അതേസമയം അമ്മാടം മേഖലയിലെ പദമഴയെ സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ടെന്ന് കാലാവസ്ഥാ ഗവേഷകൻ ഗോപകുമാർ ചൂണ്ടിക്കാട്ടി. മണ്ണിൽ അടിഞ്ഞുകൂടിയ രാസവസ്തുക്കൾ ശക്തമായ മഴയിൽ നുരഞ്ഞുപൊന്താൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ കാലാവസ്ഥാ ഗവേഷകൻ ഗോപകുമാർ ചേരുന്നു. ശ്രീ ഗോപകുമാർ, ഇപ്പോൾ പദമഴ പെയ്തിരിക്കുകയാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആശ്ചര്യവും അത്ഭുതവുമാണ്. എന്ത് പ്രതിഭാസം കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ പദമഴ പെയ്യുന്നത്? നമുക്കിതിന് പദമഴ എന്നുള്ള പദം കൊണ്ട് വിശേഷിപ്പിക്കുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മഴ പതയായിട്ടല്ല പെയ്തിട്ടുള്ളത്. മഴ പെയ്തതിനു ശേഷം പിന്നെ അവിടെ കെട്ടിക്കിടന്നിട്ടുള്ള അല്ലെങ്കിൽ ഉണങ്ങിക്കിടന്നിട്ടുള്ള ഈ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസോ അല്ലെങ്കിൽ ഡിറ്റർജൻസ് ഉണങ്ങിയതോ ഫിനോൾസോ ആൽക്കഹോൾ സ്പേസ് ഇൻഫ്ലുവൻസ് ടെക്സ്റ്റൈൽ അങ്ങനെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന എഫ്ലുവൻസ് പെട്രോളിയം ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ ആരെങ്കിലും കൊണ്ട് ആയിരിക്കണം. അതിൽ വെള്ളം മഴയുടെ രൂപത്തിൽ വന്നപ്പോൾ അത് പതഞ്ഞു പൊന്തിയതാകാനാണ് സാധ്യത. അല്ലാതെ മഴ പതയായിട്ട് പെയ്തിട്ടുള്ളതല്ല എന്നാണ് കാണാൻ പറ്റുന്നതും അങ്ങനെ മനസ്സിലാക്കേണ്ടതും. ആ പ്രദേശങ്ങളിൽ ഈ പ്രത്യേക അമ്മടം കോടന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് അല്ലെങ്കിൽ പൊല്യൂട്ടൻസ് ആരെങ്കിലും കൊണ്ട് തള്ളിയതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പഞ്ചായത്താണ് അന്വേഷിക്കേണ്ടത്. അത് ഏത് തരത്തിലുള്ള എഫ്ലുവന്റ് ആണ്, പൊല്യൂട്ടൻ ആണ്, ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ആണോ എന്നുള്ള തരത്തിലുള്ള അന്വേഷണങ്ങളും നടക്കേണ്ടതുണ്ട്. അത് പിന്നെ ഇതെല്ലാം ഒഴുകി ജലാശയങ്ങളിലേക്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും പഠനവിധേയമാക്കുന്നതുണ്ട്. ആദ്യം തന്നെ ഇതിന്റെ സാമ്പിൾ എടുത്ത് കളക്ട് ചെയ്തിട്ട് രാസപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടും ഇത് എന്താണെന്നും അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയുള്ളൂ. മഴ സാധാരണ പോലത്തുള്ള മഴ പെയ്തിട്ടുള്ളത്. മഴ മഴ പെയ്യുന്ന പോലെയോ ചുവന്ന മഴ പെയ്യുന്ന പോലെയോ ഒന്നും പെയ്തിട്ടുള്ളത്. മഴയാണ് വേനൽമഴ പെയ്തത്. അത് ആ പ്രത്യേക പ്രദേശങ്ങളിൽ ഇത് കാണുന്നത് ഈ വീഡിയോ കാണുമ്പോൾ അതിലൂടെ പതഞ്ഞു പോകുന്നതായിട്ടും ഇത് കാറ്റടിക്കുമ്പോൾ ഈ പത ഉയർന്നു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അതിന്റെ സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാത്രമേ എന്ത് തരത്തിലുള്ള മലിനീകരണമാണ് ഈ അവിടെ അടിഞ്ഞുകൂടി അല്ലെങ്കിൽ തള്ളിയിട്ടുള്ളത്, ആരെങ്കിലും കൊണ്ട് തള്ളിയതായിരിക്കാൻ സാധ്യത. അപ്പൊ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ നടത്തുന്നുണ്ട്. അതിന്റെ സാമ്പിൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കളക്ട് ചെയ്ത് വെക്കുകയും അത് രാസപരിശോധന ലാബിലോട്ട് അയക്കാനുള്ള നടപടികൾ എടുത്ത് അത് കണ്ടുപിടിച്ചതിന് ശേഷം ഇതുപോലെ ചെയ്യുന്നവർക്കെതിരായിട്ട് കർശനമായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടതും ആവശ്യമാണ്. ശ്രീ ഗോപകുമാർ, ഇത് പദമഴ അല്ല, ഇൻഡസ്ട്രിയൽ പൊല്യൂഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. ഇത് കാലാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ പരിസ്ഥിതി മലിനീകരണത്തിന് സാധ്യത വരുത്തും എന്ന ഒരു ആശങ്ക ഉണ്ടോ? ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയാസിൽ ഇതുപോലുള്ള ഫ്ലോത്ത് അല്ലെങ്കിൽ പത ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ നമുക്ക് മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലൊന്നും അത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും യൂട്യൂബിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ ഓരോരോ പ്രദേശത്തിന്റെ പ്രത്യേകത അനുസരിച്ച് അവിടെ ഏത് തരത്തിലുള്ള എഫ്ലുവന്റ് ആണ് അല്ലെങ്കിൽ പൊല്യൂട്ടന്റ് ആണ് ഈ പതയ്ക്ക് കാരണമാകുന്നത് എന്നുള്ളത് നമ്മൾ അതാത് പ്രദേശത്തിന്റെ ഏതെല്ലാം പ്രദേശത്ത് എന്തെല്ലാം തരത്തിലുള്ള ഇൻഡസ്ട്രി ഉണ്ട് അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള എഫ്ലുവൻസ് ആണ് പുറത്തേക്ക് വരുന്നത്, ആ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തണം. നമുക്ക് ഇവിടെ നടന്നിട്ടുള്ളത് ഇവിടെ കൊണ്ട് തള്ളിയിട്ടുള്ളത് ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള തൽപ്രദേശത്തുള്ളതോ അതല്ല മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വല്ല വണ്ടിക്കാർ വല്ലതും കൊണ്ട് തള്ളി നമുക്ക് വേസ്റ്റ് തള്ളുന്നത് പുതിയൊരു കാര്യമല്ലല്ലോ. ഓർഗാനിക് കോഴി വേസ്റ്റ് തള്ളുന്ന പോലെ തന്നെ ഇത് നമ്മുടെ കക്കൂസ് മാലിന്യം വരെ നമ്മുടെ വഴിയരിയിലൊക്കെ തള്ളിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഇത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണെന്നാണ് കരുതുന്നത്. ആ തരത്തിലുള്ള നടപടികൾ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണമായിട്ട് മാറാവുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പരിശോധനയിലൂടെ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ
നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാവിയിലെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയാണ് നിരീക്ഷണ ക്യാമറകളൊക്കെ വെക്കേണ്ടതുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. നന്ദി ശ്രീ ഗോപകുമാർ. കാലാവസ്ഥാ ഗവേഷകൻ ഗോപകുമാറാണ് നമ്മളോട് പ്രതികരിച്ചത്. ഇത് ഒരു പദമഴയല്ല, ഇൻഡസ്ട്രിയൽ പൊല്യൂഷന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളതാകാം ഈ ഒരു പ്രതിഭാസം എന്നാണ് അദ്ദേഹം പങ്കുവച്ചത്. എന്തായാലും വിശദമായ അന്വേഷണത്തിന് ശേഷമേ അല്ലെങ്കിൽ ടെസ്റ്റിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രതിഭാസത്തിനെ കുറിച്ച് കൂടുതലുള്ള വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ.